ശരിക്കും അതൊരു റീകോളാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് നാളൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശൂന്യത ഉണ്ടാവുന്ന ടൈമിൽ നമ്മുടെ ഒരു പഴയ സിനിമയിൽ അതും നമുക്ക് അപ്രിസിയേഷൻ ഒരുപാട് കിട്ടിയിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. ഒരു പാട്ട് റീകോൾ ആവുന്നു, അങ്ങനെ റീകോൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേറൊരു അവാർഡ് നമുക്ക് കിട്ടുന്നു. ആ ഒരു ഫേസിനെ എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവാർഡ് കിട്ടിയ സമയത്ത് അവാർഡോ അതുകൊണ്ട് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല പറഞ്ഞതിന്. എന്താന്ന് വെച്ചാൽ കുറച്ചു കാലം എനിക്ക് ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ബാക്ക് സ്റ്റേജ് റിലീസായി. പക്ഷെ അത് ദൂരദർശന്റെ OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസായത്. അതിന്റെ കൺഫ്യൂഷൻ കാരണം കുറെ പേർക്ക് ഇത് കാണാൻ പറ്റിയില്ല. ഇത് ഡൗൺലോഡ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് റിലീസായിട്ട് ഈ ദൂരദർശന്റെ OTT ഇത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റാണ്ട് അച്ഛനും അമ്മയും ഇതെങ്ങനെ കാണും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ഇതേ സമയത്താണ് സംഭവിക്കണേ. അപ്പൊ അവാർഡ് കിട്ടിയപ്പോ അമ്മ വിളിച്ചിട്ട് നിനക്ക് ആ സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത്, ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ. അതല്ല അമ്മ, അതല്ല, ഇത് വേറെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് അപ്പൊ അവരും ചോദിക്കുന്നുണ്ട് നിനക്കത് അങ്ങനെ. പക്ഷെ യുനോ ഇതൊക്കെ പറയുമ്പോഴും കുറെ കാലങ്ങൾക്ക് ശേഷം ചെയ്തൊരു സിനിമയാണ് അത്. ഞാനായിട്ട് എടുത്ത ഒരു ബ്രേക്ക് അല്ല, അത് വന്ന ഒരു ബ്രേക്കാണ്. അപ്പോ അങ്ങനെ ഇരിക്കെ ഒരു സിനിമ ചെയ്യുന്നതും അതിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അതിന് കമ്മിറ്റഡ് ആയിട്ടും ഇൻവോൾവ് ആയിട്ടും നിന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ബേസിക്കലി ബീങ് സീൻ അല്ലേ, നമ്മളെ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണല്ലോ നമുക്ക് ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ. വേറെ ഒരു വലിയ ഒരു നമ്മളെന്തോ ഭയങ്കര ഒരു കാര്യം ചെയ്തു എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മൾ ചെയ്ത വർക്ക് ആളുകൾ കാണുന്നുണ്ട്, അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്, അതാണല്ലോ നമുക്ക് കിട്ടുന്ന വാലിഡേഷൻ. അതൊരു ആർട്ടിസ്റ്റിന് എന്നും ആവശ്യമുള്ളത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര അത് കൊതിക്കുന്ന ആളുകൾ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തെങ്കിലും പറയണം നമ്മളോട്. ഒരു ഷോട്ട് കഴിഞ്ഞാൽ പോലും ഡയറക്ടറിന്റെ മുഖത്ത് എന്തെങ്കിലും ചീത്തെങ്കിലും എന്തെങ്കിലും പറ. വി നീഡ് ദാറ്റ് ഫീഡ്ബാക്ക്. അത് ബെറ്റർ ആക്കണോ കുറയ്ക്കണോ? ബിക്കോസ് ഇതിനൊരു മീറ്റർ എന്ന് പറയുന്നത് ഇല്ലല്ലോ, ഓരോരുത്തർക്കും അത് ആ മീറ്റർ മാറാം. അപ്പൊ ഇത് ഒരു so you know we're constantly seeking feedback, not approval, like you know to keep that fire going, you constantly need that though. Okay, പക്ഷെ നമുക്ക് ഈ അവാർഡ് കിട്ടിയ സമയത്ത് എനിക്ക് റീം ചേച്ചിയുടെ ആ ഒരു ബൈറ്റ് മൊത്തത്തിൽ ഒന്നുകൂടെ വൈറലായിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് വിഷമം വന്നു. അശ്ശോ, അതെന്താ ഒരു കുറിക്കുണ്ട് ശരിക്കും. അപ്പൊ നമ്മളിങ്ങനെ വെച്ചാൽ ശരിയാണല്ലോ, എന്തുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? നോട്ട് ഫെയർ അല്ലേ? അതാ ഞാൻ പറഞ്ഞോളൂ. അത് ഭയങ്കര എന്താ, നമ്മളൊരു പരാതി പറയുന്ന പോലല്ല, ഉള്ളിൽ തെറ്റി ഒരാൾ പറയണ പോലത്തെ ഒരു ഫീൽ. ഞാൻ ശരിക്കും അങ്ങനെ ഹേർട്ട് അത് അല്ലാതെ ഞാൻ അവരെ ഇപ്പൊ ഞാൻ ദേഷ്യത്തിലൊന്നുമല്ല ഞാനത് പറയുന്നത്. ഞാൻ സത്യമായിട്ടും ഞാൻ ഭയങ്കര ഹേർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. ഹൗ ഇസ് ഇറ്റ് ദാറ്റ് യു ഫൊർഗെറ്റ് ദാറ്റ്? ഞാനിവിടെ എന്താ പറയാ, ഒറ്റയ്ക്ക് ഒരു ഞാൻ അതെപ്പോഴും പറയുന്നൊരു സ്റ്റോറിയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്യൂട്ട് കേസുമായിട്ട് വന്നതാണ് വോഡഫോൺ അക്കാദമി ഏഷ്യനെറ്റിലെ ഒരു സ്റ്റുഡിയോയിൽ. ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് മിസ് കേരള ചെയ്യാൻ വരുന്നത്. ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് എൻ്റെ ഓഡീഷൻ ചെയ്യാൻ ഞാൻ ട്രിവാൻഡ്രത്ത് ശ്യാം സാറിൻ്റെ ഫ്ലാറ്റിൽ പോകുന്നത്. അവിടുന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ എല്ലാ സിനിമകളുടെയും ഷൂട്ടിന് ഞാൻ പോയിട്ടുള്ളത്, എല്ലാതും. അപ്പോൾ ഐ ഹാവ് ഹാഡ് എ ജേർണി ആൻഡ് എൻ്റെ ഫാമിലിയിലോ എനിക്ക് അങ്ങനെ ഒരു ഗൈഡിങ് ആയിട്ടോ ആരും ഉണ്ടായിട്ടില്ല. വാട്ട് എവർ യുനോ has happened because of some kind of a plan, divine plan എന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും I'm saying it was not planned, it happened and I went with the flow. I took my risks, I took my chances and I have worked really hard for who I am today and I deserve respect for it. തീർച്ചയായും അതെനിക്ക് എവിടെ പറയാനും എനിക്ക് ഒരു നാണക്കേടുമില്ല. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങുന്നത് തെറ്റില്ല. അതെ അതെ. if it's not given to me I will ask for it because I strongly believe I deserve it. യെസ്, ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഇപ്പോഴും ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അശ്വതി, ഇപ്പം സജനെ പോലൊരു ഡയറക്ടറിന്റെ ഒരു പ്രൊജക്റ്റ് വരുന്നു. അപ്പം പലരും ഭയങ്കരമായി സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബിരിയാണി. അതേപോലെ അശ്വതി ഇതിനു മുമ്പ് അഭിനയിച്ചതാണെങ്കിലും അതേപോലെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനൊരു ത്രെഡ് അല്ലെങ്കിൽ ഇങ്ങനൊരു കഥയുമായി സജൻ വരുമ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് അപ്രോച്ച്? പുള്ളിക്കാരൻ്റെ മുമ്പത്തെ വർക്ക്സ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം
ഞാനിപ്പോൾ ഒരു തുടക്കക്കാരിയാണ്. അപ്പോൾ എന്നിലേക്ക് എന്ത് വന്നാലും ചെയ്യുക, ഒരു ചാൻസും കളയരുത് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സ്പോട്ടിലാണ്. ഇതിപ്പോൾ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളമായി. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തും ഇങ്ങനെ വരുന്നതെല്ലാം എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല ഞാനുള്ളത്. അപ്പോൾ വരുന്നത് അത്രയും നല്ലൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നിങ് സിനിമയൊക്കെ എടുത്ത ഒരാൾ നമ്മളിലേക്ക് ഒരു ക്യാരക്ടറും കൊണ്ട് വരുമ്പോഴത്തേക്കും വി വിൽ ഡെഫിനറ്റ്ലി തിങ്ക് ഓക്കെ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ഓക്കെ ഞാൻ വരാം എന്ന് നമ്മൾ പറയുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ എൻ്റെ ക്യാരക്ടറിന് അങ്ങനെ ഓഡിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാരക്ടറിൻ്റെ ഒരു ആർക്കും കൂടി കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ And also her performance in B32 is ഒരാളും മിസ് ചെയ്യില്ലല്ലോ അത്. I don't think you will need an audition now. ഓഡിഷൻ ആവശ്യമില്ലല്ലോ. നോ ബട്ട് അല്ല, പക്ഷെ തുടക്കക്കാരി എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് കിട്ടിയാലും അല്ല, അത് തുടക്കക്കാരി എന്നുള്ള രീതിയിലല്ല, അത് പ്രൊഫഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഓഡിഷൻ ചെയ്യണം. അപ്പോൾ ഈ ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതില് നമ്മൾ കളയാതെ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ ക്യാരക്ടർ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തന്നെ പ്രായത്തിലുള്ള എൻ്റെ ഈ ഒരു ഞാൻ ഭയങ്കര ഒരു ഏർബൻ കൾച്ചർ, ഞാൻ ഡൽഹിയിലാണ് ജനിച്ച് വളർന്നത്. അപ്പം ആ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു കൾച്ചർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെ നോക്കിക്കാണുന്നു, ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ്, ഇവിടെ എങ്ങനെ ആൾക്കാർ നോക്കിക്കാണുന്നു. ഇപ്പോൾ എൻ്റെ സ്വദേശം വൈക്കമാണ്, ഞാൻ കൊച്ചിയിലല്ല താമസിക്കുന്നത്, ഞാൻ ഇവിടെ വരുമ്പോൾ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ഓരോ സാധനത്തെ നോക്കിക്കാണുന്നത്, ഇതൊക്കെ ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ എനിക്കും ഓക്കെ, എനിക്ക് പറയാൻ പറ്റുന്നതിൽ ഭയങ്കര ഈസിയുമാണ്. എന്നാൽ ചുറ്റും നടക്കുന്ന സാധനങ്ങൾ എങ്ങനെ ഈ ജനറേഷൻ എടുക്കും എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് ദാറ്റ് ക്യാരക്ടർ വാസ് റിയലി എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം കൂടി ചെയ്താൽ എന്നാണ്. B32 ഒക്കെ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, ഭയങ്കര ഒരു നാടൻ ഒരു നേച്ചറുള്ള ഒരു സാധനം. അപ്പം നമ്മൾ ആസ് ആൻ ആക്ടർ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് വന്നതുകൊണ്ട് ജസ്റ്റ് ഗ്രാബ് ദാറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലായിരുന്നു ഞാൻ. ഐ വാസ് വെരി ഹാപ്പി. ആൻ ഇതിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? അങ്ങനെയൊക്കെയാണോ? അല്ല, ആനിന് പൊതുവെ ഇപ്പൊ എനിക്ക് അറിയുന്ന വെച്ചിട്ട് ഭയങ്കര ഒരുപാട് സംസാരിക്കുന്നില്ല, പക്ഷെ സംസാരിക്കുന്നത് നല്ല രസമായിട്ടാ. കഴിഞ്ഞ അവിടെ എന്നെ കുടിക്കുന്നതല്ലേ എന്താ പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? ഈശ്വരാ, ഞാൻ വേറെ ചോദിച്ചു. അപ്പൊ പഠിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ അതെ, ഞാൻ മറ്റൊരു രീതിയിലുള്ള നഴ്സാവാൻ പഠിച്ചു. ഒറ്റയ്ക്ക് ഉത്തരം പറയടാ, അപ്പൊ തന്നെ ചോദിച്ചു. സോറി, കോപ്പി അടിക്കാൻ. കോപ്പി അടിക്കും ശീലം. ഞാൻ സീരിയസ് ആവട്ടെ. ഓക്കെ, സജിൻ ബാബുവിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അതിൽ നിന്ന് താങ്കൾ എന്തൊക്കെയാണ് ഒപ്പിയെടുത്തത്? സീരിയസ്, സജിൻ ബാബു ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു ഇൻഡിപെൻഡന്റ് മൂവിയാണ്, സോ അതിൻ്റെതായ ഇതുണ്ടാവും, ഒരു നോർമൽ മൂവി പോലെയല്ല. പക്ഷെ വി വർ ഓൾസോ റെഡി, ഞാൻ റെഡി ആയിരുന്നു, പ്രിപ്പയർഡ് ആയിരുന്നു. സൗണ്ട് ഔട്ടായി, സ്വാഭാവികം, കുഴപ്പമില്ല. റെസ്റ്റ് എടുത്തോ, അടുത്ത ചോദ്യമായിട്ട് ഞാൻ വരാം. നിങ്ങൾ ഭയങ്കര ഞാൻ കാണുന്നു. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചതുപോലെ അല്ലേ? പിന്നെ സിംഗ് സൗണ്ട് ആയിരുന്നു. സോ സിംഗ് സൗണ്ടില് കുറച്ചു നേരം ഓർത്തെടുക്കാൻ സമയം എടുത്താലും പറയും. സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പൊ സിംഗ് സൗണ്ടില് ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്. ഹരി സാറാണ് ഇതിന്റെ സൗണ്ട്. അപ്പം ഡയലോഗൊക്കെ തെറ്റിയ കഴിഞ്ഞ് നമ്മള് ചിലപ്പം സജിൻ ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ, ഞാൻ ചില ഡയലോഗ് ചില വേർഡ് തെറ്റിയത്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഇരിക്കുമ്പോ ഹരി സാർ പറയും അതൊന്നും കൂടെ വേണം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, കണ്ട കൊച്ചു കുറച്ച് സമയം കൊടുത്താൽ മതി. എനിക്കിനി റിമി ചേച്ചിനോട് ചോദിക്കാനുള്ളത്, ഈ സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് താങ്കൾ പഠിച്ചത്? എല്ലാം പഠിച്ചു. ഞാൻ ആക്ച്വലി ഇതൊരു സീരിയസ് എനിക്കറിയാം, രാവിലെ തൊട്ട് കേൾക്കുന്ന അല്ല, ഞാനിതൊരു സീരിയസ് കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ആക്കണമെന്ന് വിചാരിച്ചു വന്നതാണ്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഇവിടെ നിങ്ങളെല്ലാം ഉറങ്ങും, നമ്മളെന്തിനാണ് പോകുന്നത്? പറയൂ എന്തൊക്കെ പഠിച്ചു? എനിക്ക് വള്ളം തൊഴാൻ എത്ര ദിവസം എടുത്തു പഠിച്ചു?
അതാണ് ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്താന്ന് ചോദിക്കും, എന്താ ഞാൻ നിദ്രയിൽ കുറച്ച് തുഴഞ്ഞു പഠിച്ചായിരുന്നു. അല്ലാതെ ശരിക്കും അപ്പോഴാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലൈക്ക് കയാക്കിങ്ങും സ്റ്റാൻഡപ്പ് പാഡ്ലിങ്ങും ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് എന്റെ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട്. അപ്പൊ എനിക്ക് നീന്താൻ അറിയില്ല, എനിക്ക് വെള്ളം ഭയങ്കര പേടിയുമാണ്. എനിക്ക് ഒരു ഡ്രൗണിങ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ എനിക്ക് ഞാൻ ഡൈവ് ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് സ്നോക്കൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ടു മാനുവർ ത്രൂ വാട്ടർ എന്നുള്ളത് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ആ പരിപാടി. അതുകൊണ്ട് ഞാൻ അതിൽ വളരെ അനായാസമായി ബാക്ക് എടുക്കുന്നു, പാർക്ക് ചെയ്യുന്നു. അങ്ങനെയല്ലല്ലോ ഞങ്ങൾ കേട്ടത്. ഇനി സത്യസന്ധമായിട്ടുള്ള പോസ്റ്റ് ട്രൂത്ത് അറിയായതുകൊണ്ട് ആളുകൾ എന്താണ് സത്യം എന്താണ് മിഥ്യ എന്ന് മിത്ത് റിയാലിറ്റി സോറി, കൗണ്ടറാണ്, കോമഡിയാണ്. ട്രെയിലറിനകത്താണെങ്കിൽ പോലും തുഴച്ചിലോട് തുഴച്ചില്ല. എന്നിട്ട് ആ എന്നെ പറ്റി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി അമ്മ ഒരു വിധത്തിൽ ഇത് എവിടെ ഈ വള്ളം കരക്ക് എത്തിക്കോ, കാടാണല്ലോ ഫുള്ള് കാണുന്നതെന്നൊക്കെയാണ്. പേടി പറയാനും പറ്റില്ലല്ലോ, ഭയങ്കര എങ്ങനെയെങ്കിലും എത്തിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾക്ക് കുറെ വൈറ്റ് ഷോട്ട്സ് ഒക്കെ എടുക്കണമെങ്കിൽ ലൈക്ക് വി റിയലി ഹാഡ് ടു ഗോ ഇൻടു ദി വാട്ടർ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ലാസ്റ്റ് അതിങ്ങനെ നിങ്ങളാ തുഴഞ്ഞു പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അതിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. മറ്റേ എല്ലാരും പോയി ഞാനിവിടെ മാത്രമേ ഇവിടെ ഉള്ളൂ. അമ്മയാണ് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയി. എനിക്കൊരു എന്തോ ഞാനിത് സ്ഥിരം ചെയ്യണല്ലേ ഞാൻ ഇത് മറ്റേ വീഴണത് വരെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. തൊട്ട് മുന്നേ വരെ ഇല്ല, അല്ല ഞാൻ പറയാ അത് വരെ ഞാൻ കോൺഫിഡൻസ് അതാണല്ലോ നമ്മുടെ മെയിൻ പിടിച്ചേക്കണം. തീർച്ചയായും. ഇനി നെക്സ്റ്റ് സാധനം തെങ്ങ് കയറാൻ പഠിച്ചു. അത്യാവശ്യം നല്ല മരം കയറിയാണ്. അത്യാവശ്യം ബാക്കി എല്ലാത്തിലും ഞാൻ ഈസി ആയിട്ട് കയറും. തെങ്ങ് ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇതിനു വേണ്ടി പഠിച്ചതാണ്. അല്ലെങ്കിൽ ഇപ്പൊ തെങ്ങ് കയറാൻ നാട്ടിൽ ആൾക്കാരെ കിട്ടാനില്ല. അതെ, നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ. അതായത് എന്നെ പുറത്താക്കാം എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ തെങ്ങ് കയറിയിട്ടാലും ഞാൻ ജീവിക്കും. പിന്നെന്താടാ ഞാൻ പഠിച്ചത്? അല്ല, ഇത് വേണേ മറ്റേ പോസ്റ്ററി വരും, പുറത്താക്കാൻ ആരും വിചാരിക്കില്ല. തെങ്ങ് കയറിയാണെങ്കിലും ഭീമക്കല്ലെങ്കിൽ ജീവിക്കും. പിന്നെ ഞാൻ വാഴ മറ്റേ ഒറ്റ വെട്ടി അതെങ്ങനെ സാധിച്ചു? സത്യമായിട്ടും എനിക്കറിയാൻ പാടില്ല. ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഒറ്റ എണ്ണേ ഉള്ളൂ, വെട്ടിക്കോളോ. ഇൻഡിപെൻഡന്റ് മൂവി തിങ്സ്.